വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ചെയ്യുന്നത്. കൊക്കോ പൗഡറിൻ്റെയും ബൂസ്റ്റിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നൊരു കേക്കാണിത്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാണ്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ അളന്നെടുത്തതാണ്. ഇതൊരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ വേണം. ഞാൻ എടുത്തിട്ടുള്ളത് കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ബൂസ്റ്റാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്കിതുപോലെ ബോട്ടിലല്ലാതെ പൗച്ചായിട്ട് വാങ്ങിക്കാൻ കിട്ടും. 5 രൂപയുടെ ചെറിയ പാക്കറ്റൊക്കെ ആയിട്ട് ബൂസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തീരെ കട്ടയില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കണം. കൊക്കോ പൗഡറിലൊക്കെ എപ്പോഴും കട്ടയുണ്ടാവും. അത് നന്നായിട്ട് അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്കിൽ ഇതുപോലെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു കേക്ക് നമ്മൾ ബീറ്ററും ഓവണും ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഞാൻ വേറൊരു ബൗളിൽ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര കുറേശ്ശെയായിട്ട് മുട്ടയിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മുട്ട വല്ലാതെ അടിച്ച് പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്ററിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അതല്ല ഇനി വൈഡ് വിസ്കും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ആ ഒരു മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ഈ ഒരു മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പകുതി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളത് ചേർത്തത്. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പീഡിൽ ഇത് വിസ്ക് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതിൽ കൂടുതൽ എയർ ബബിൾസ് കയറും. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഹോളുകളുണ്ടാവും. അപ്പം വളരെ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വൈറ്റ് വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ 8 ഇഞ്ച് വായവട്ടമുള്ള അലൂമിനിയത്തിൻ്റെ ഒരു ചെമ്പാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചായയൊക്കെ തിളപ്പിക്കുന്ന ആ ഒരു ടൈപ്പ് ചെമ്പാണ്. ബേക്കിംഗ് പാത്രങ്ങളുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇതിനകത്ത് ഞാൻ നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തായിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ബട്ടർ പേപ്പർ നല്ല വൃത്തിയിൽ നിൽക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇല്ലേ, ആ ബാറ്റർ ഈ ഒരു ചെമ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. എക്സ്ട്രാ എയർ ബബിൾസ് ഒക്കെ ഉള്ളത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും എയർ ബബിൾസ് മുകളിൽ വന്ന് പോപ്പാവുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. വലിയൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഉപ്പ് ഞാൻ മുന്നേ ബേക്ക് ചെയ്തിട്ടുള്ള ഉപ്പ് തന്നെയാണ്. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ചൂട് തളഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കാം. വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഉപ്പ് യൂസ് ചെയ്യാം. ഇങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ല ഈവൺ ആയിട്ടുള്ള ചൂട് നമുക്ക് കിട്ടും. ഇതിനകത്തേക്ക് ഒരു റിങ് ഇറക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ വയ്ക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെയുള്ള 40 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. പിന്നെ വേവിക്കുന്ന സമയത്ത് മുടിയിൽ ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫോയിലിൻ്റെ പീസൊക്കെ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യുക. അതുപോലെ തന്നെ മൂടിയുടെ മുകളിൽ ഇങ്ങനെ ഒരു വെയിറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടൊന്നും പുറത്തു പോകില്ല. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതേപോലെ സ്പൂണൊന്നും ഉപയോഗിക്കാതെ പാത്രത്തിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് വേണം ഇതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാനായിട്ട്. നമ്മളിപ്പം പ്രലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു കേക്കിൽ നമുക്ക് പ്രലൈൻ ആവശ്യമുണ്ട്. ഇതുപോലെ കറക്കിയിട്ടാണ് നിങ്ങൾ മെൽറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈവൺ ആയിട്ടുള്ള ബ്രൗൺ കളർ ഉണ്ടാവും നിങ്ങളുടെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രലൈനിന്. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ മാത്രം ഒരു തവി കൊണ്ട് മിക്സ് ചെയ്യുക. അതുവരെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ വേണം മെൽറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ബട്ടർ സ്കോച്ച് സിറപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഞാനിതിൽ ബട്ടർ ചേർക്കുന്നില്ല. പ്രലൈനിന് നല്ല ക്രിസ്പായിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ആൽമണ്ടാണ് ചേർത്തിട്ടുള്ളത്. ബദാം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പകരം കശുവണ്ടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാനിപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ഒരു കല്ലില്ലേ, അതിലൊന്ന് കുത്തിയെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ അതപ്പം തന്നെ ചൂടോടെ എടുത്തിട്ട് ഒരു പീസ് ബട്ടർ പേപ്പറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ചൂട് തടയുന്നതിന് മുന്നേ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഹാർഡായിപ്പോവും. ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ചൂട് തടയാൻ വേണ്ടിയിട്ട് ഹാർഡാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ബൂസ്റ്റിൻ്റെ പൗഡർ ഇടുന്നുണ്ട്. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം വിപ്പിംഗ് ക്രീമിൽ നല്ല ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണ് ബൂസ്റ്റിൻ്റെ പൗഡർ ചെറിയ ചൂടുള്ള പാലിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂണ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റിൻ്റെ പൗഡർ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ തവണ ഞാൻ തണുത്ത പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു ബൂസ്റ്റിൻ്റെ മിൽക്കിലാണ് കേക്ക് സോക്ക് ചെയ്യുന്നത്. ഇതിനൊരു മധുരം കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ചേർക്കാം. ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ബൂസ്റ്റിൻ്റെ ഫ്ലേവറുള്ള പാലിലാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ പോകുന്നത്, ഷുഗർ സിറപ്പിലല്ല. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. പിന്നെ നിങ്ങളോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും പറ്റും. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും UAE ടൈം രാവിലെ 10:30-ക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഏകദേശം 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കേക്ക് നല്ല ബേക്കായ സ്മെല്ലും ഉണ്ട്. ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്കായി എന്നാണ്. ഒരു 40 to 50 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ഒരു കേക്ക് റെഡിയാവും. ഇനി നമുക്ക് കേക്ക് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ട് വിപ്പിംഗ് ക്രീം അടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ തൈര് കടയുന്ന ഈ ഒരു മെത്തേഡില്ലേ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. അതല്ലാതെ സാധാരണ നമ്മൾ ചെയ്യുന്ന വിസ്കിംഗ് മെത്തേഡിലും നിങ്ങൾക്ക് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് മാക്ടോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫിയോണിയും സ്റ്റാർ വിപ്പും റിച്ചൊക്കെ നല്ല ക്രീമുകളാണ്. ക്രീം നന്നായിട്ടൊന്ന് ബീറ്റായി സോഫ്റ്റ് പീക്സ് ആയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബൂസ്റ്റിൻ്റെ മിക്സ്ചറില്ലേ, അത് ഒരു അരിപ്പയിലൂടെ നമുക്ക് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഡയറക്റ്റായിട്ട് ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ക്രീമിൻ്റെ അകത്ത് തരിതരിയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഈ ചേർക്കുന്ന മിക്സ്ചറിനും ക്രീമിനൊക്കെ നല്ല തണുപ്പുണ്ടാവണം, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. എന്നിട്ട് ഐസിങ് ചെയ്യാം. കേക്ക് പാത്രത്തിൻ്റെ സൈഡിലൂടെ ഒരു സ്പാച്ചുല ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ഈസി ആയിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അലൂമിനിയം പാത്രമാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ കിട്ടും. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് കളയാം. അതിനുശേഷം കേക്കിനെ
3 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്യാം. കേക്ക് പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ ലെയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ തീരെ ചൂടുണ്ടാവരുത്. ചൂടൊക്കെ നന്നായിട്ട് തണഞ്ഞ ശേഷം മാത്രം കട്ട് ചെയ്യുക. കേക്ക് കട്ട് ചെയ്തിട്ട് ലെയർ ആക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർക്ക് ആ ഒരു വീഡിയോ കാണാം. ഇനി ഈ 3 ലെയർ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവറുള്ള കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടുള്ള മിക്സ്ചറില്ലേ, പാലിൻ്റെ മിക്സ്ചർ, അതിൽ 3 ലെയർ നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിരിക്കും. ഈ ഒരു മിൽക്കിൻ്റെ ഫ്ലേവറും കേക്കിൻ്റെ ലെയറിലുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചൂട് തണയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രലൈന് ഇപ്പോൾ ചൂട് തണഞ്ഞിട്ട് നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കരുത്. അങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ വളരെ ഫൈനായിട്ടുള്ള പൗഡറായി പോകും. കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല, കഴിക്കാൻ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ടർ പേപ്പർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുത്തുന്ന അമ്മി ഉപയോഗിച്ചിട്ട് കുത്തുന്നതാണ്. അതല്ലാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുത്തിയെടുക്കുന്ന ആ ചെറിയ കുത്തുന്ന അമ്മിയില്ലേ, അതിൻ്റെ അകത്ത് ഓരോ പീസായിട്ട് നിങ്ങൾക്ക് ഇത് കുത്തിയിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. ഒരുപാട് ഫൈൻ പീസാക്കിയിട്ട് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എത്ര കുത്തിയാലും ചെറിയതായിട്ട് ഫൈനായിട്ടുള്ള പൗഡറുകളും ഉണ്ടാവും, വലിയ പീസായിട്ടുണ്ടാവും. ഈ ഒരു പാകത്തിലാണ് നമുക്ക് പ്രലൈന് വേണ്ടത്. കേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ക്രീം തേക്കുക. ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആണ് ഈ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലെ ആക്കുന്നത്. അപ്പം നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രലൈനിന് കുറച്ച് പ്രലൈന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇപ്പം ചെയ്ത ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ സെക്കൻഡ് ലെയർ കേക്കും ഞാനിതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടും ഐസിങ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇതിനൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് പ്രലൈൻ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പരന്ന കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഐസിങ് ചെയ്യാം. അതുപോലെ തന്നെ ടേൺ ടേബിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ 3 ചെറിയ ബൗൾ വെക്കുക. അതിൻ്റെ മേലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു ടേൺ ടേബിൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മൂന്നാമത്തെ ലെയറും കേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബാക്കി ഐസിങ് ചെയ്യാണ്. ഇതുപോലെ നോസിൽ ഉപയോഗിച്ചിട്ട് പൈപ്പിംഗ് ബാഗിലൂടെ ക്രീം സൈഡിലും മുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ലെവലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള മെത്തേഡ് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കേക്ക് ഐസിങ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസിങ് ചെയ്യാനുള്ള ടിപ്സും ട്രിക്സൊക്കെ കിട്ടും. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് കാണാൻ പറ്റും. ഇതിൽ ഡ്രിപ്പിംഗ് ചെയ്യാനായിട്ട് ഞാനൊരു 75 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയത് ചേർക്കുന്നുണ്ട്. ചൂടാക്കുക എന്ന് പറയുന്ന സമയത്ത് തിളയ്ക്കാൻ പാടില്ല. ക്രീം നന്നായിട്ട് ചൂടാവാനേ പാടുള്ളൂ. അതിനുശേഷം ഇളക്കാതെ 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. 2 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പം ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇനി മെൽറ്റാവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൽ ഈ ഒരു ബൗൾ ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. അല്ല നിങ്ങളെ കയ്യിൽ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 സെക്കൻഡ്സ് ഒക്കെ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റായി കിട്ടും. നല്ല സ്മൂത്തായിട്ട് റണ്ണി ആയിട്ട് ഡ്രിപ്പിംഗ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേക്ക് ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കണം. അതിനുശേഷം വേണം ഡ്രിപ്പിംഗ് ചെയ്യാനായിട്ട്. ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് തന്നെ നിങ്ങൾക്ക് കിട്ടും. മുഴുവനായിട്ട് ഞാൻ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ക്രീം ഞാനൊരു ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് ഫ്ലവർ നോസിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൂടെ ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണ്. മുഴുവനായിട്ട് ആ ഡിസൈൻ ചെയ്തതിന് ശേഷം നടുഭാഗത്തായിട്ട് ഞാൻ ബാക്കിയുള്ള പ്രലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ വരുന്നുള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു കേക്ക് 1 kg ആണ് വെയിറ്റിൽ വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.